വാരത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. പൊതുജനങ്ങളിൽ ഏറെ ആശങ്ക പടർത്തുന്ന ഒരു വാർത്തയായിരുന്നു മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിൽ നിന്നും പുറത്തുവന്നത്. മുടികൊഴിച്ചിലിന് പിന്നാലെ നഖം കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് ബുൽദാനയിൽ 15 ഗ്രാമങ്ങളിൽ വ്യാപകമായ മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തത്. നഖങ്ങൾക്ക് നിറം മാറ്റം വന്ന് പിന്നീട് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഷെഗാവ് തഹ്സിയിലെ 5 ഗ്രാമങ്ങളിലാണ് അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തത്. 39 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവരെ പ്രാഥമിക ചികിത്സയ്ക്കായി ഷെഗാവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. നഖങ്ങൾ വെള്ള നിറത്തിലേക്കും പിന്നീട് കറുപ്പ് നിറത്തിലേക്കും മാറി കൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഗ്രാമത്തിൽ ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ സെലീനിയത്തിന്റെ അളവ് കൂടുന്നത് മുടി, നഖം എന്നിവയുടെ കൊഴിച്ചിലിന് കാരണമാകുമെന്നും കൂടുതൽ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമോൽ ഗിദെ വ്യക്തമാക്കി. ഉയർന്ന അളവിലുള്ള സെലീനിയത്തിന്റെ സാന്നിധ്യമാണ് മുടികൊഴിച്ചിലിന് കാരണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വിദഗ്ധ സംഘം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിലിലെ ശാസ്ത്രജ്ഞർ, ദേശീയ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി റിസർച്ച് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനം. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് ഇവരുടെ ചുമതല. ഗ്രാമങ്ങളിലേക്ക് കേന്ദ്ര ആരോഗ്യ സംഘം വരുന്നുവെന്നത് ആശ്വാസകരമാണ്. എങ്കിലും പരിശോധനാ ഫലങ്ങളും പരിഹാരവുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. വ്യാപകമായ മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്ത സമയം രോഗബാധിതരുടെ ശരീരം പൂർണ്ണമായും ആരോഗ്യ പരിശോധന നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആരും ചെവിക്കൊണ്ടില്ല. മുടികൊഴിച്ചിലിന് പിന്നാലെ ഇപ്പോൾ നഖവും കൊഴിയുന്നു. പ്രശ്നം കൂടുതൽ വഷളാവുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷൻ സംഗീത റാവു ബോൻകാൽ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ ഞെട്ടിക്കുന്ന ശിശുമരണ നിരക്കിന്റെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തുവന്ന പ്രധാന വാർത്തകളിൽ ഒന്ന്. 2017നും 2023നും ഇടയിൽ മഹാരാഷ്ട്രയിൽ 1,17,136 കുഞ്ഞുങ്ങൾ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. പ്രതിദിനം ശരാശരി ഇവിടെ 46 ശിശുമരണങ്ങൾ സംഭവിക്കുന്നതായാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് ശേഖരിച്ച വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മരിച്ചത് മുംബൈയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 22,364 കുഞ്ഞുങ്ങളാണ് നഗരത്തിൽ മരിച്ചിരിക്കുന്നത്. പൂനെ, നാസിക്, ഛത്രപതി സംഭാജി നഗർ, അകോല എന്നിവയാണ് മരണസംഖ്യ കൂടുതലുള്ള മറ്റ് ജില്ലകൾ. കോവിഡ് കാലത്ത് മരണസംഖ്യ കുറഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2017 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുംബൈയിൽ മരണനിരക്ക് കുറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2017 4,071 കുഞ്ഞുങ്ങൾ നഗരത്തിൽ മരിച്ചപ്പോൾ 2023 2,832 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടിവി. നിങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ സുരക്ഷിതമാണോ? ഇതിലെ അപകടത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ ആരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. സസ്യധാന്യങ്ങളിൽ നിന്നെടുക്കുന്ന എണ്ണകൾ പാചകത്തിനായി അമിതമായി ഉപയോഗിച്ചാൽ സ്തനാർബുദ സാധ്യത ഏറെയെന്നാണ് പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത്. വെയിൽ കോർണർ മെഡിസിന്റെ പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സയൻസ് മാസികയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എണ്ണകളിലെ കൊഴുപ്പായ ലിനോലെയിക് ആസിഡ് സ്തനാർബുദമുണ്ടാക്കുന്ന കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുമെന്നാണ് ഗവേഷണത്തിൽ കണ്ടെത്തിയത്. ഇവ പതിവായി ശരീരത്തിലെത്തുന്നത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രധാന കണ്ടെത്തൽ. സസ്യ എണ്ണകളായ സോയാബീൻ, സൺഫ്ലവർ എന്നിവയിലാണ് ഒമേഗ-6 ഫാറ്റി ആസിഡായ ലിനോലെയിക് ആസിഡ് കണ്ടുവരുന്നത്. ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത ഇവ വളർത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. പഠന റിപ്പോർട്ടിന്റെ ഫലം ഭക്ഷണത്തിലെ കൊഴുപ്പുകളും വിവിധ തരം അർബുദങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാനും ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ നിർദ്ദേശിക്കാനും പഠനം സഹായിക്കുമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ജോൺ ബ്ലെനിസും അന്ന മരിയയും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടിവി.
കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്ന ഒരു കൗതുകം നിറഞ്ഞ വാർത്തയായിരുന്നു മുട്ട കഴിച്ചാൽ പെട്ടെന്ന് മരണം സംഭവിക്കുമോ എന്നുള്ള ഒരു വാർത്ത. പോഷകാഹാരം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിയുക പുഴുങ്ങിയ മുട്ടയുടെ ചിത്രമാകും. പോഷകത്തിൻ്റെയും ഹൃദയ ആരോഗ്യത്തിൻ്റെയും വിഷയത്തിൽ മുട്ടയുടെ സ്വാധീനം വർഷങ്ങളായുള്ള തർക്ക വിഷയമാണ്. എന്നാൽ മൊണാഷ് സർവകലാശാലയുടെ ഏറ്റവും പുതിയ ഗവേഷണ പഠനം അനുസരിച്ച് സ്ഥിരമായി മുട്ട കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുന്നു എന്നാണ്. ന്യൂട്രീസിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് 70 വയസ്സിനോ അതിനു മുകളിലോ പ്രായമുള്ള 8756 മുതിർന്നവരിൽ നടത്തിയ പഠനത്തിൽ നിന്നുള്ള റിപ്പോർട്ട് ആണിത്. പ്രായം കൂടിയ മുതിർന്നവരിൽ ആഴ്ചയിൽ 1 മുതൽ 6 തവണ വരെ മുട്ട കഴിച്ചവരിൽ മരണത്തിനുള്ള സാധ്യത 15% കുറവെന്ന് കണ്ടെത്തി. മിതമായതോ ഉയർന്ന അളവിലുള്ളതോ ആയ ഭക്ഷണക്രമം പാലിക്കുന്നവരിൽ ഹൃദയ സംബന്ധമായ കാരണങ്ങളാൽ കൊണ്ടുള്ള മരണത്തിന്റെ സാധ്യത 33 മുതൽ 44% വരെ കുറവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. ഉയർന്ന നിലവാരമുള്ള ഭക്ഷണക്രമത്തോടൊപ്പം മുട്ട കൂടി കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ദീർഘായുസ്സിനും വളരെ നല്ലതാണ്. ആരോഗ്യകരമായിരിക്കാനും ആയുസ് കൂട്ടാനും മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് TV. നിങ്ങൾക്ക് മുറുക്കുന്ന ശീലമുണ്ടോ? മുറുക്കാൻ ഉപയോഗിക്കുന്ന വെറ്റില ആരോഗ്യത്തിന് നല്ലതാണോ? ഇത് അത്ര നല്ല ശീലമൊന്നുമല്ലെങ്കിലും മുറുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. വെറ്റില ചവച്ചാൽ ഗുണങ്ങൾ പലതെന്ന് വ്യക്തമാക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. വെറ്റിലയിൽ മധുരമുള്ള കൽക്കണ്ടവും ജീരകവും ഏലക്കയും നുറുക്കിയ ഈന്തപ്പഴവുമൊക്കെ ചേർത്ത് മീഠ പാൻ ഇന്ന് ലഭ്യമാണ്. ഇതിലെ അമിതമായ മധുരം അത്ര നല്ലതല്ലെങ്കിലും ഊണ് കഴിഞ്ഞ് വെറ്റില ചവയ്ക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളുണ്ടെന്ന് NDTVയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ദഹനരസങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന വെറ്റില വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഗ്യാസ്, അസിഡിറ്റി, ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുമെന്നും പഠനം പറയുന്നു. വെറ്റിലയുടെ ആൽക്കലൈൻ സ്വഭാവം വയറിലെ ആസിഡിനെ നിർവീര്യമാക്കും. ഇതുമൂലം ആസിഡ് റിഫ്ലക്സ്, നെഞ്ചെരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ വെറ്റില ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുവാൻ സഹായിക്കുകയും കൂടാതെ വെറ്റിലയുടെ നിരന്തരമായ ഉപയോഗം കരളിൻ്റെ പ്രവർത്തനത്തെയും സഹായിക്കുമെന്നും പറയുന്നു. അതുമാത്രമല്ല, വെറ്റിലയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ രക്തത്തെ ശുദ്ധീകരിക്കുകയും ചർമ്മ പ്രശ്നങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. ശരീരത്തെ വിഷമുക്തമാക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് വഴി കൂടുതൽ തെളിവാർന്നതും ആരോഗ്യമുള്ളതുമായ ചർമ്മം ലഭിക്കാനും വെറ്റില സഹായിക്കുന്നു. കൂടാതെ ചയാപചയത്തെ മെച്ചപ്പെടുത്താനും വെറ്റിലയിലെ പ്രകൃതിദത്ത ഉത്തേജകങ്ങൾ സഹായിക്കും. ശരീരത്തിലെ കാലറി വിനിയോഗം മികച്ചതാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഇതുവഴി സാധിക്കും. കൂടാതെ ചയാപചയത്തെ മെച്ചപ്പെടുത്താനും വെറ്റിലയിലെ പ്രകൃതിദത്ത ഉത്തേജകങ്ങൾ സഹായിക്കും. വെറ്റിലയിലെ ചില സംയുക്തങ്ങൾ സെറാട്ടോണിൻ, ഡോപ്പമീൻ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിച്ച് മൂഡ് മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ഊണ് കഴിഞ്ഞ് വെറ്റില ചവയ്ക്കുന്നത് നാഡീവ്യൂഹ വ്യവസ്ഥയും ശാന്തമാക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് TV. ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ, ഗവേഷണ ഫലങ്ങൾ, പ്രതിരോധം, ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് TVയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. സ്റ്റേ ഹെൽത്തി.